ട്രംപ് ഇനി അങ്ങോട്ട് നല്ലോണം വിയർക്കും. മോദി, പുടിൻ, ഷീ ജിൻപിങ് ത്രയത്തിൽ ഇനി ലോകരാജ്യങ്ങൾ ഒട്ടാകെ അമ്പരക്കുമ്പോൾ ഡോളർ ആധിപത്യവും ലോക പോലീസ് പട്ടവും കൈവിട്ടു പോകുന്നത് അമേരിക്ക കണ്ണീരോടെ നോക്കി നിൽക്കും. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ടിയാൻജനിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. 40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ പരസ്പര സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യും. 2020 ലഡാക്കിലെ ഗാൽവാനിൽ ഇന്ത്യൻ സൈന്യവും ചൈനയുടെ PLOയും തമ്മിലുള്ള സംഘർഷത്തിനും ട്രംപിന്റെ താരിഫ് നടപടികൾക്ക് ശേഷം ഈ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരെയുള്ള SCOയുടെ ഏറ്റവും വലിയ ഉച്ചകോടി എന്നാണ് ചൈനീസ് ഉദ്യോഗസ്ഥർ ഈ ഉച്ചകോടിയെ വിശേഷിപ്പിച്ചത്. ഈ നയതന്ത്രം ഷീ ജിൻപിങ്ങിന് തന്റെ രാജ്യത്തെ സ്ഥിരതയുള്ളതും ശക്തവുമായൊരു ബദൽ നേതാവായി അവതരിപ്പിക്കാൻ വേദിയൊരുക്കും. അതും ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ ലോകത്തിലെ പല രാജ്യങ്ങളും അസ്വസ്ഥരാകുന്ന ഒരു സമയത്താണ് ഈ കൂടിക്കാഴ്ച നടത്തുക. പുടിന്റെ ട്രംപുമായുള്ള അലാസ്ക ഉച്ചകോടിക്ക് 2 ആഴ്ച കഴിഞ്ഞാണ് ഈ ഉച്ചകോടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉച്ചകോടി അദ്ദേഹത്തെ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഉക്രൈനിലെ ആക്രമണം അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദവും റഷ്യ അവഗണിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ ഉച്ചകോടിയിൽ SCOയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ കണ്ണുകൾ പ്രധാനമന്ത്രി മോദിയിലായിരിക്കും. കാരണം അമേരിക്ക 50% തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം ആദ്യമായി പ്രധാനമന്ത്രി മോദി ലോകത്തിലെ ഒരു വലിയ വേദിയിൽ ഉണ്ടാകും. ട്രംപിന്റെ താരിഫ് യുദ്ധത്തിന് മുന്നിൽ മുട്ടുമടക്കാത്തതിലൂടെ അദ്ദേഹം തന്റെ ശക്തമായ ഉദ്ദേശങ്ങൾ ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുടിനും ഷീ ജിൻപിങ്ങുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച ട്രംപിന് ഉറക്കമില്ലാത്ത രാത്രികൾ നൽകിയേക്കാം. ഇന്ത്യ, റഷ്യ, ചൈന എന്നീ 3 ശക്തികളാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി. ഈ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദിയും ഷീ ജിൻപിങ്ങും 2 തവണ കൂടിക്കാഴ്ച നടത്തും. ആദ്യ കൂടിക്കാഴ്ച ഉഭയകക്ഷി കൂടിക്കാഴ്ചയായിരിക്കും. രണ്ടാമത്തെ കൂടിക്കാഴ്ച സ്വീകരണ വേളയിൽ നടന്നേക്കാം. പ്രധാനമന്ത്രി മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നിരവധി പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തേക്കാം. തിങ്കളാഴ്ച പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടക്കും. 40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ അമേരിക്കയുടെ താരിഫ് യുദ്ധം, വിപണിയിൽ അമേരിക്കയുടെ സമ്മർദ്ദം കുറയ്ക്കൽ, ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ വാങ്ങൽ, ഡിസംബറിൽ പുടിന്റെ ഇന്ത്യ സന്ദർശനം എന്നിവയെക്കുറിച്ചുള്ള എല്ലാ അജണ്ടയും തീരുമാനിക്കും. കൂടാതെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ഇരു നേതാക്കളും സംസാരിക്കാം. അതായത് ചൈനീസ് പ്രസിഡന്റുമായും റഷ്യൻ പ്രസിഡന്റുമായും പ്രധാനമന്ത്രി മോദി നടത്തുന്ന 80 മിനിറ്റ് കൂടിക്കാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കും എന്നതിൽ സംശയമേ വേണ്ട.